ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഡിസംബർ 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് UP ജഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിഷൻ മോഷൻ ഇംപീച്ച്മെന്റ് മോഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിഷൻ ആ ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് മോഷൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇംപീച്ച്മെന്റ് മോഷൻ, എന്താണ് ഇതിന്റെ പ്രൊസീജിയർ, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജഡ്ജസിനെ സാധാരണ റിമൂവ് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ ഇൻകപ്പാസിറ്റി, അദ്ദേഹം ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കാപ്പബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൂവൺ മിസ്ബിഹേവിയർ, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു എന്തെങ്കിലും ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ത്രൂ ആണെന്ന് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ജഡ്ജിമാർക്ക് ഇൻഡിപെൻഡൻസ് ഉറപ്പ് വരുത്തുന്നത്, അതായത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു പ്രോസസ്സിനെ ഇംപീച്ച്മെന്റ് എന്ന പേര് വിളിക്കുന്നില്ല. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അതിനു പകരം ആർട്ടിക്കിൾ 124 പ്രകാരമുള്ള റിമൂവൽ ഓഫ് സുപ്രീം കോടതി ജഡ്ജ്, ആർട്ടിക്കിൾ 218 പ്രകാരമുള്ള റിമൂവൽ ഓഫ് ഹൈക്കോടതി ജഡ്ജ് തുടങ്ങിയിട്ടുള്ള പേരുകളാണ്, പ്രൊവിഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതി, നമ്മുടെ ഭരണഘടന പറയുന്നത് വെച്ചാൽ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ്? പ്രസിഡന്റിന്റെ ഓർഡറോടുകൂടി. പ്രസിഡന്റിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് റിമൂവ് ചെയ്യുക. പക്ഷേ പ്രസിഡന്റിന് ഓർഡർ ഇറക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മോഷൻ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയ മോഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് ഓർഡർ ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഓഫ് റിമൂവൽ ഓഫ് ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ ഫോമാറ്റ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, ഇത് ഇംപീച്ച്മെന്റ് മോഷന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത് പാർലമെന്റിൽ ഏതെങ്കിലും ഒരു ഹൗസ് ഓഫ് പാർലമെന്റ്, അത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ലോക്സഭയിലാണെങ്കിൽ കുറഞ്ഞത് 100 അംഗങ്ങളെങ്കിലും ഒരു നോട്ടീസ് സൈൻ ചെയ്തിട്ട് സ്പീക്കർക്ക് നൽകണം. രാജ്യസഭയിലാണ് തുടങ്ങുന്നതെങ്കിൽ 50 മെമ്പേഴ്സ് എങ്കിലും മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ട് നോട്ടീസ് രാജ്യസഭാ ചെയർമാന് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ ഈ നോട്ടീസ് കിട്ടി ആ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കണം. കൺസേൺഡ് ആയിട്ട് ആൾക്കാരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ആ നോട്ടീസിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മോഷനെ അഡ്മിറ്റ് ചെയ്യണോ, റെഫ്യൂസ് ചെയ്യണോ, നിരാകരിക്കണോ എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ ആ മോഷൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അവസാനിച്ചു. ഇൻ കേസ് മോഷൻ അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു, അതായത് ആ എഴുതി കൊടുത്ത മോഷനിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 3 മെമ്പർ കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒരു 3 അംഗ കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ ഒരാൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ആയിരിക്കും. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട് ആയിരിക്കും, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. മൂന്നാമത് ഒരാൾ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 പേര് ആ മോഷൻ പ്രകാരമുള്ള ചാർജസുകൾ ഫ്രെയിം ചെയ്യുകയും അതിൻ്റെ മേലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ കോപ്പിയും മറ്റുമൊക്കെ ഈ ആരോപണ വിധേയനായിട്ടുള്ള ജഡ്ജിന് നൽകുകയും ചെയ്യും. അദ്ദേഹത്തിനോട് റിട്ടേഡ് ആയിട്ട് മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഡ് ചെയ്തതിനു ശേഷം ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും സ്പീക്കർക്കാണ് നൽകുന്നതായിട്ടുള്ളത്. ഈ ഒരു സ്പീക്കർ ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ മുന്നിൽ വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ പാർലമെന്റിന്റെ മുന്നിൽ വെക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഏത് സ്പീക്കറാണോ അല്ലെങ്കിൽ ഏത് ഹൗസിന്റെ അധ്യക്ഷനാണോ കമ്മിറ്റി രൂപീകരിച്ചത് അവർക്കാണ് റിപ്പോർട്ട് നൽകുക. അപ്പോൾ ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മിസ്ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ മോഷൻ, അതായത് ഈ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഹൗസിലും ഇത് പാസ്സാവണം എന്നുകൂടി ഓർത്ത് നോക്കുക. ആദ്യത്തെ ഹൗസിൽ, അതായത് എവിടെയാണോ ആദ്യമായിട്ട് ഈ ഒരു വിഷയം വന്നത് ആ ഒരു ഹൗസിലെ
ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി, അതായത് ടോട്ടൽ എത്ര അംഗങ്ങളാണുള്ളത് അവരുടെ 50%-ലധികം ആൾക്കാർ ഇത് അപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ അന്ന് പ്രസന്റ് ആൻഡ് വോട്ട് ചെയ്തതിൽ 2/3 ആൾക്കാരെങ്കിലും, 2 പേർ ആൾക്കാരെങ്കിലും ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത്, അതൊരു സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മോഷൻ പാസ്സാവുകയുള്ളൂ. ഇനി ഒരു ഹൗസിൽ അത് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ഹൗസിലേക്ക് മാറും. അടുത്ത ഹൗസിലും ഇതേപോലെ അത് മോഷൻ പാസ്സാക്കണം. ഇങ്ങനെ പാസ്സായെങ്കിൽ മാത്രം അത് പ്രസിഡന്റിന് അയക്കും. എങ്കിലാണ് പ്രസിഡന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് ഓർത്തുക. അപ്പൊ എങ്ങനെയാണ് ഒരു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും ഈ ഒരു വിഷയം വാർത്തയിൽ വന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീൻ തെറാപ്പി, നോവൽ ആയിട്ടുള്ള ജീൻ തെറാപ്പി ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തു. ഇതൊരു വൺ ടൈം സൊല്യൂഷൻ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ എടുക്കേണ്ട വൺ ടൈം സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പൊ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.